വളരെ പ്രധാനപ്പെട്ട ഈ ബന്ധം കവിഞ്ഞുപോയതിനാൽ വഷളായ ബന്ധങ്ങളും കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ വളരെ പ്രയാസപ്പെടുന്ന ബന്ധങ്ങളും ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബന്ധത്തിലുള്ള സ്നേഹം കവിഞ്ഞുപോയതിനാൽ വഷളായി പോയ കുടുംബങ്ങൾ, ഈ ബന്ധം സ്ഥാപിക്കുന്നിടത്ത് കുറവ് വന്നു എന്ന കാരണം കൊണ്ട് തകർന്നുപോയ കുടുംബങ്ങൾ, രണ്ടു തരത്തിലുള്ള കുടുംബങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ബന്ധത്തിന്റെ വിശുദ്ധിയുടെ ആഴവും പരപ്പും സൂചിപ്പിക്കുന്ന പദങ്ങൾ, പ്രഖ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിലുടനീളം ഖുർആനിലും ഹദീസിലുമായി നമുക്ക് കാണാൻ കഴിയുന്നു, പഠിക്കാൻ സാധിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെയുള്ള ചർച്ചയിലായിരിക്കും അത് കൂടുതൽ കടന്നു വരിക. ഹദീസുകളും ആയത്തുകളും കൂടുതൽ വെച്ച് എല്ലാ വിഷയങ്ങളും, കാരണം ഹുക്കൂക്കുകൾ കൂടുതൽ പറയുന്നത് നാളെയാണ്. ഇന്ന് മൊത്തം ഈ ബന്ധം ഇതൊരു ബന്ധനമായി മാറരുത് എന്ന ഒരു ചർച്ചയിൽ മാത്രം ഒതുങ്ങാൻ പോവുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വളരെ ഐക്യത്തിലും ഒരുമയിലും ജീവിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇണകൾ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോഴേ അവരുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയത് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഈ ആയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും. അവർ നിങ്ങളുടെ ഉടയാടകളാണ്, നിങ്ങൾ അവരുടെ ഉടയാടകളാണ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഭാര്യമാര് ഭർത്താക്കന്മാരുടെ ഉടയാടകളാണ്, ഭർത്താക്കന്മാര് തിരിച്ച് നിങ്ങൾ അവരുടെയും ഉടയാടകളാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഈ ആയത്തിന്റെ താല്പര്യം ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും വസ്ത്രമാണെന്നല്ല, മറിച്ച് ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കേണ്ട മാനസിക പൊരുത്തമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങൾ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാം. അല്ലാതെ ഭാര്യയും ഭർത്താവും പൂർണ്ണ നഗ്നരായിട്ട് അവർ പരസ്പരം ഒട്ടിച്ചേർന്ന് നിന്നാൽ എന്താണോ നിങ്ങൾ ഔറത്ത് മറക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ആയത്തോതി ന്യായീകരിക്കാൻ പറ്റില്ല. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത്രയും മാനസിക പൊരുത്തം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണമെന്നാണ്. എങ്ങനെ? ധാരിയും വസ്ത്രവും തമ്മിൽ വിട്ടുപിരിയാത്ത ബന്ധമാണ്. ആ ബന്ധമായിരിക്കണം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ ലിബാസ് എന്ന പ്രയോഗം തന്നെ പ്രയോഗിച്ചത്. അല്ലെങ്കിൽ സിയാബ് എന്ന് പറയാമായിരുന്നു. ഹുന്ന സിയാബുൽ ലക്കും വ അൻതും സിയാബുൽ ലഹുൻ. ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ട്? സിയാബ് എന്ന് പറയുമ്പോൾ അത് പെട്ടിയിൽ മടക്കി വെച്ചാലും പറയാം, ടെക്സ്റ്റൈൽസിൽ മടക്കി വെക്കുമ്പോഴും പറയാം, നിങ്ങളുടെ ആ ഹാങ്ങറിൽ തൂക്കിയിടുമ്പോഴും പറയാം. അപ്പോഴൊക്കെ നിങ്ങളുടെ മുണ്ടിനും ഷർട്ടിനും തുണിക്കുമൊക്കെ സിയാബ് വസ്ത്രം എന്ന് പറയാം. പക്ഷേ അറബി ഭാഷയിൽ ലിബാസി എന്നതിന് ലബിസ എന്ന പദവുമായി വലിയ ബന്ധമുണ്ട്. ധരിച്ചിരിക്കുന്ന വസ്ത്രം. അപ്പൊ എപ്പോഴും ഒരു മുണ്ടെങ്കിലും ഉടുക്കാതെ ഒരു മനുഷ്യൻ നിൽക്കില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മുണ്ടെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്നതുകൊണ്ട് ഉടയാടയെ തൊട്ട് ധാരി പിരിഞ്ഞു നിൽക്കാത്തതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും രണ്ടുപേരുടെ മനസ്സും എപ്പോഴും കെട്ടുപിണഞ്ഞ് കിടക്കണമെന്നാണ് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ താല്പര്യം. അതിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ ഭാര്യ ഇവിടെയായിരിക്കും, തിരൂരങ്ങാടിയിൽ ഗാർഹിക ജോലികളിൽ നേരം വെളുത്തു വൈകുന്നേരം വരെ മുഴുകി ഓടി നടക്കുന്ന ഈ ഭാര്യ, വീട്ടിനകത്തോടി നടക്കുന്ന ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളോ അങ്ങ് അകലെ ജിദ്ദയിലോ അല്ലെങ്കിൽ യുഎഇയിലോ
മറ്റെവിടെയെങ്കിലുമൊക്കെ ഗൾഫ് നാടുകളിൽ നിങ്ങൾ എല്ലുമുറിയെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടുപേരെയും വിട്ടുപിരിച്ചത് കിലോമീറ്ററുകളുടെ ദൈർഘ്യമാണ്. രണ്ടുപേരും തമ്മിൽ കിലോമീറ്ററുകളുടെ അന്തരമുണ്ട്. പക്ഷേ കൽബുകൾ എപ്പോഴും കെട്ടുപിണഞ്ഞ് തന്നെയായിരിക്കും. ആ സഹോദരൻ രാത്രി സമയത്ത് തന്റെ ബെഡിലേക്ക് വന്ന് ചായുമ്പോൾ, അതുപോലെ തന്നെ ഉച്ച സമയത്ത് തന്റെ കഠിനാധ്വാനം പിടിച്ച ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവന്റെ മനസ്സിലേക്ക് അവന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കടന്നുവരും. സഹധർമ്മിണിയുടെ മനസ്സിലേക്ക് തന്റെ പ്രിയപ്പെട്ട മാരനെ കുറിച്ചുമുള്ള ഓർമ്മകൾ ഇടയ്ക്കിടെ കടന്നുവരുമെന്നല്ല, വരണമെന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്രയും വലിയ മാനസിക പൊരുത്തം വേണം. നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കാൻ പാടില്ല. ഇത്രയും നല്ല ബന്ധം വസ്ത്രവും ധാരിയും തമ്മിലുള്ള ബന്ധം ശ്രദ്ധേയമായതുപോലെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള കൽബിന്റെ ബന്ധം ശ്രദ്ധേയമാവേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല സ്നേഹത്തിലും ഐക്യത്തിലും പൊരുത്തത്തിലും ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. പക്ഷേ ആ സങ്കല്പങ്ങളൊക്കെ പഴിച്ചു പോകുക. കുറച്ചു കാലമൊക്കെ കുഴപ്പമുണ്ടാവില്ല. കുറച്ചു കാലമൊക്കെ റാഹത്തിലും സന്തോഷത്തിലും ജീവിച്ച് പിന്നെ മരിക്കുന്നത് വരെ അടിയും പിടിയും നായാട്ടും വഴക്കു പറച്ചിലുമായിട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരു സുഖവും വീട്ടിൽ കിട്ടാത്ത കുടുംബങ്ങൾ. ഞാൻ കുറെ കാര്യങ്ങൾ ഇന്ന് പറയാൻ പോകും. അപ്പൊ പുരുഷന്മാരോട് അഡ്വാൻസ് ആയി പറയാം, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ നാളെ പറഞ്ഞോളാം. വിഷമിക്കേണ്ടതില്ല. കാരണം പെണ്ണുങ്ങളുടെ ബാധ്യത ഇങ്ങോട്ടും നിങ്ങളുടെ ബാധ്യത അതിൽ നിന്ന് തീർക്കുകയില്ല. ബാധ്യതകളിലേക്ക്, മെയിനായ ബാധ്യതകളിലേക്ക് കടക്കുന്നില്ല. നാളെ ചുരുക്കി പറയാം. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ വളരെ വിഷമമുള്ള വാർത്തകളായിരിക്കും പലപ്പോഴും പുറത്തു വരും. കാരണം ഈ ഒരു ബന്ധം, ദാമ്പത്യ ബന്ധം വേണ്ടതുപോലെ സന്തോഷകരമാക്കുന്നവർ വളരെ ചുരുക്കം. ഭാര്യയെ കേവലം വൈകാരിക ദാഹം തീർക്കാനുള്ള ഒരു യന്ത്രമായി കാണുന്നവരുണ്ട്. ഭാര്യയ്ക്ക് ഇണക്കിടിയുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് സഹധർമ്മിയുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് ജീവിത പങ്കാളിയുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഇതുപോലും വകവെച്ചു കൊടുക്കാതെ ഭാര്യയെ തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായി കാണുന്നവർ, തന്റെ ഭാര്യയെ തന്റെ വീട്ടിലെ ഒരു അടിമപ്പെണ്ണായി കാണുന്നവർ വരെ സമൂഹത്തിലുണ്ട്. ഈ ഒരവസ്ഥയിൽ നിന്ന് കരകയറണമെന്നാണ് പറയുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തന്റെ ഭാര്യമാർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ വകവെച്ചു കൊടുത്തത് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം, നമുക്ക് വിശാലമായി ചർച്ച ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് കുടുംബത്തോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു സഹാബി പറഞ്ഞു, മാ റഅയ്തു അഹദൻ അർഹമ ബിൽ ഇയാലി മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനേക്കാൾ സ്വന്തം കുടുംബത്തോട് സ്നേഹമുള്ള, സ്വന്തം കുടുംബത്തോട് സ്നേഹവും അതുപോലെ തന്നെ കാരുണ്യവും കാണിക്കുന്ന മറ്റൊരാളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സ്വഹാബാ കിറാം അഭിപ്രായപ്പെട്ടു പോയെങ്കിൽ സഹോദരന്മാര് ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ഉന്നതങ്ങളിൽ വിരാജിച്ചയാളാണ്, നുബുവത്തിന്റെ സ്ഥാനം ലഭിച്ചയാളാണ്. ഇവിടുന്ന് ഭാര്യമാരോട് അവർക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ സ്നേഹിക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹവാസം നൽകേണ്ട സമയത്ത് അത് കൊടുത്തിട്ടുണ്ട്. നീതി വകവെച്ചു കൊടുക്കേണ്ട സമയത്ത് അത് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഭാര്യമാർക്ക് സ്നേഹം കൊടുക്കുക, അവരുമായി നല്ല ഇടപഴക്കം പുലർത്തുക. ഇതില്ലാതെ പോകുന്നത് പലപ്പോഴും അപകടം ചെയ്യും. പ്രത്യേകിച്ച് പണക്കൊതിയന്മാരായ ആളുകൾ, പണത്തോട് അത്യാർത്തിയുള്ള ആളുകൾ, ഇത്തരക്കാർക്ക് കീഴിൽ ജീവിക്കുക എന്നത് പ്രയാസമാണ് എന്ന് ഒരുപാട് ആധുനിക സഹോദരിമാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മളിങ്ങനെ ചിന്തിച്ചാൽ അവളുടെ ഭർത്താവിനൊരു പോരായ്മ, പണത്തിന് പണം, ഏർപ്പാടിന് ഏർപ്പാട്, എല്ലാം റാഹത്തായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ അവൾക്ക് എന്തോ പൊരുത്തക്കേടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീക്ഷണത്തിൽ ഇത്രയും സുഖ സൗകര്യമുള്ള ഒരു വീട്ടിൽ നിന്ന് അവൾ വഴക്കടിച്ചിറങ്ങിപ്പോന്നത്. ആ ഭർത്താവിനെ ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം അതാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ബാക്കിയുള്ള കാര്യങ്ങൾ വീട് നോക്കിയാൽ, സൗകര്യം നോക്കിയാൽ എല്ലാം റെഡിയാണ്. പക്ഷേ പലപ്പോഴും പണക്കൊതി, പണത്തോടുള്ള അത്യാർത്തി പരിധി വിട്ട് നമ്മെ പിടികൂടിയോ എങ്കിൽ അവർക്ക് ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയാറില്ല എന്നത് ഒരു സത്യമാണ്. കാരണം എന്തുകൊണ്ട്? സ്ത്രീധനം കുറഞ്ഞു എന്ന പേരും പറഞ്ഞ്, സ്ത്രീധനം കുറഞ്ഞു എന്ന പേര് പറഞ്ഞ് ഭാര്യയെ അവർ പീഡിപ്പിക്കുന്നു. സ്ത്രീധനത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഭാര്യമാരുടെ ധനം, ആ ധനം ആഗ്രഹിച്ച് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് നാളെ എന്റെ ചർച്ചയിൽ കടന്നു വരും. ഞാൻ പറയുന്നത് പണക്കൊതിയന്മാരുടെ ദാമ്പത്യ ശൈലി, ദാമ്പത്യ ജീവിത ശൈലിയുടെ ഒരു ചെറിയ രൂപം. അവർ സ്ത്രീധനം പോരെന്ന് പറഞ്ഞ്, കുറഞ്ഞു എന്ന് പറഞ്ഞ് ഭാര്യയെ പീഡിപ്പിക്കും. ശാരീരികമായും മാനസികമായും അവരെ പട്ടിണിക്കും. കാരണം അത്യാർത്തി കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണ്. വീട്ടിൽ കഴിയുന്ന രൂപത്തിൽ ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രവും വാങ്ങിക്കൊടുക്കാൻ അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കും എന്റെ കുട്ടികൾക്കും മതിയായത് തരുന്നില്ല. തരുന്നത് കൊണ്ട് ഒരിക്കലും മതിയാകുന്നില്ല. പിശുക്കനാണ് ഇയാൾ. അതുകൊണ്ട് ഞാൻ അയാളെ കാണാതെ എന്തെങ്കിലും വലിച്ചെങ്കിലേ ഒക്കുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ നബിയെ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഫത്വ ചോദിച്ചു. അക്രമിക്കപ്പെട്ട പെണ്ണായത് കൊണ്ടാണ് ഇത് പറയേണ്ടത്. ലാ യുഹിബ്ബുല്ലാഹു അസ്സഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. എരപ്പുകെട്ട കാര്യങ്ങൾ, വളരെ വൃത്തികെട്ട കാര്യങ്ങൾ പരസ്യ പ്രഖ്യാപനം നടത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല. നാളെ ഇൻഷാ അല്ലാഹ് ഇതേ ആയത്ത് വെച്ചിട്ട് നമ്മൾ മരുമക്കൾ സ്വന്തം വീട്ടിൽ നടക്കുന്ന കേസുകൾ അവരുടെ ഉമ്മമാരോട് പറഞ്ഞു കൊടുക്കരുത് എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് പറയാം. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതി വീർപ്പിച്ച, ഒരിക്കലും കേൾക്കാൻ സുഖകരമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല. കേൾക്കാൻ സുഖകരമല്ലാത്ത കാര്യം പരസ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിൽ ചില ആളുകൾ അതിൽ ഒഴിച്ചു നിർത്തിയിട്ടില്ല. പീഡിതരൊഴികെ അവരവരുടെ വിഷയം പറയേണ്ടി വരും, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരും. പീഡിതർക്ക് പറയാം. ആ കൂട്ടത്തിൽ ആയത്ത് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് അബൂ സുഫിയാന്റെ ഭാര്യ എന്ന് പറഞ്ഞ സംഭവം. കാരണം പീഡിപ്പിക്കപ്പെട്ട പെണ്ണായതുകൊണ്ട് ആ പീഡിത വനിതയ്ക്ക് തന്റെ കാര്യം നബിതങ്ങളോട് തുറന്നു പറയേണ്ടി വന്നു. അബൂ സുഫിയാനെ പറയുന്നത് അബൂ സുഫിയാൻ ഗീബത്താണ്, പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. റസൂലുള്ളാഹി ഫത്വയും കൊടുത്തു. റസൂലുള്ള പറഞ്ഞു, നിനക്കും നിന്റെ കുട്ടികൾക്കും മതിയായത് അതിക്രമിക്കാത്ത രൂപത്തിൽ ഓവറായി എടുക്കാതെ നീ എടുത്തെങ്കിൽ അത് തെറ്റല്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്തിനാ ഞാൻ എന്റെ സുഹൃത്തുക്കളോട്, സഹോദരന്മാരോട് ഈ സംഭവം പറഞ്ഞത്? ഒരു നിലക്കും തന്നെ നമ്മുടെ ഭാര്യമാർക്ക് മതിയായ അളവിൽ ഭക്ഷണവും വസ്ത്രവും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ സമ്പത്തിൽ നിന്ന് എടുക്കാനുള്ള അധികാരം വരെ സഹോദരിമാർക്കുണ്ട്. പറയുമ്പോ സംഗതി വിഷമായിരിക്കും. സഹോദരന്മാര് അങ്ങനെയുള്ള വേറൊന്നും ഉസ്താദെ ദയവ് വിചാരിച്ച് പറയില്ല. ഇതിപ്പോ ഓളൊന്ന് വലിക്കാനും കൂടെ നിന്നാ പിന്നിന്ന്. അപ്പൊ ആദ്യം തന്നെ തികയുന്ന രൂപത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓവറായി കിട്ടുന്നത് പോരാ എന്ന് കരുതി അടിച്ച് പൊളിച്ച് തൂർത്ത് കളിക്കുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ ചർച്ച. ഭക്ഷണം കഴിക്കാൻ തികയാത്ത രൂപത്തിലായിരുന്നു അബൂ സുഫിയാന്റെ ഭാര്യയുടെ അവസ്ഥ. അബൂ സുഫിയാൻ അങ്ങേയറ്റത്തെ ഒരു ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഏതായിരുന്നു ലുബ്ധതയുടെ കാര്യത്തിൽ ലുബ്ധതയുടെ ഒരു പ്രതീകമായി അറിയപ്പെട്ട ആളായിരുന്നു എന്ന് ചരിത്രങ്ങൾ എഴുതുന്നുണ്ട്. അത് മറ്റൊരു വിഷയം, അതിലേക്ക് കടന്നു വരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നീട്
പണക്കൊതിയന്മാരുടെ അവസ്ഥ ഒന്ന്, മതിയായ തോതിൽ ഭക്ഷണവും വസ്ത്രവും വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും മതിയായ തോതിൽ കൊടുക്കാൻ തയ്യാറാവില്ല. രണ്ട്, ഭാരിച്ച കൂലിവേല വരെ ഒരുപക്ഷെ ആ പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കാം. തെങ്ങിന് തടം തുറക്കാൻ ഇതിനൊക്കെ പെണ്ണിനെ സ്വാഭാവികമായിട്ട് ചെയ്യിപ്പിച്ചേക്കാം. ഭാരിച്ച കൂലിവേല വരെ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് സഹകരിച്ച് ഭർത്താവിനോടൊപ്പം മറ്റു പുരുഷന്മാര് കാണാത്ത രൂപത്തിൽ ഇതൊന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയല്ല. പക്ഷെ പറയുന്നത് അതൊന്നും ഒരു പെണ്ണിന്റെ പരിധിയിൽ ഒതുങ്ങിയ പണിയല്ല എന്നതുകൊണ്ട് ഈ പണിയൊക്കെ എടുത്തോളണം. കാരണം അതൊക്കെ പുറത്തുനിന്ന് ഒരാളെ കൂലിക്ക് വിളിച്ചാൽ ആ പണം പോകൂലേ. എന്നാലോ പണമില്ലാത്തത് കൊണ്ടാണോ ഇയാളുടെ പെട്ടിയിൽ പണം പൂത്ത് കിടക്കുകയാണ്. അപ്പോൾ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അതേ രൂപത്തിൽ ഈ പണക്കൊതിയനായ ഭർത്താവ് തന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ പിന്നാലെ ഓടുമ്പം, തന്റെ ഏർപ്പാടുകളുടെ പിന്നാലെ ഓടി നടക്കുന്നതിന്റെ ഇടയിൽ ഭർത്താവെന്ന റോളിൽ തന്റെ മണിയറയിൽ ലഭിക്കേണ്ട ഭർത്താവിനെ പോലും ലഭിക്കാതെ, തന്റെ ഭാര്യയ്ക്ക് അത് ലഭിക്കാതെ പോകുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ മുഖം നൽകേണ്ട, അവരെ താലോലിക്കേണ്ട ഉപ്പയെ ലഭിക്കാതെ പോകുന്നു. ഇങ്ങനെ നീണ്ട പട്ടിക. ഈ പറയുന്ന വിഷയങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ പണക്കൊതിയന്മാരുടെ ദാമ്പത്യ ജീവിത ശൈലിയുടെ സ്വഭാവം. ഇവിടെയാണ് ഇത് തിരുത്തേണ്ടത്. തെറ്റാണ്. ഇവിടെയാണ് ഇത് തിരുത്തേണ്ടത്. കാരണം എത്രയോ സഹോദരിമാര് ഈ വക പ്രവർത്തനങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട്, ഇങ്ങനെയുള്ള അവഗണന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ആത്മഹത്യയിലേക്ക് എടുത്തുരാടുന്ന സഹോദരിമാരുണ്ട്. ആത്മഹത്യ അപകടമാണെന്നറിയാത്തത് കൊണ്ടല്ല, തെറ്റാണെന്നറിയാത്തത് കൊണ്ടല്ല, ഈമാൻ പഴക്കുന്ന പണിയാണെന്നറിയാത്തത് കൊണ്ടല്ല. എന്തു പ്രയാസപ്പെട്ടാലും എന്റെ സഹോദരിമാരാ വേലയെടുക്കരുത്. ആത്മഹത്യയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. വിവരം കുറഞ്ഞതുകൊണ്ട് അല്ല, വിവേകത്തിന്റെ കുറവാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ പറഞ്ഞതുപോലെ വിവേകം കുറവായതുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് എടുത്തു ചാടുന്നത്. ഒരിക്കലും ഈ ഏർപ്പാട് ചെയ്യരുതെന്ന് അവസരോചിതം ഉണർത്തിക്കൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പീഡനം കാരണമായി സ്ത്രീധനം പോരെന്ന് പറഞ്ഞ് നമ്മളും അമ്മായി ഉമ്മയും അമ്മോശനും എല്ലാവരും കൂടിച്ചേർന്ന് പീഡിപ്പിച്ചു ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ, പത്രങ്ങളിൽ വായിക്കുന്ന പല റിപ്പോർട്ടുകളുടെയും സ്വഭാവം അങ്ങനെയാണ്. ഇങ്ങനെ വന്നെങ്കിൽ ആ പെണ്ണു ചെയ്തത് തെറ്റ് തന്നെ. പക്ഷേ ആ പെണ്ണിനെ ആത്മഹത്യയുടെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിവിട്ട ഈ ഭർത്താവും അവന്റെ ഉമ്മയും ഉപ്പയും രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ? അവർ ബടാ പാപികളാണെന്ന് വിധിയെഴുതാൻ നമുക്കെന്ത് പ്രയാസമുണ്ട്? അതിന് കാരണക്കാരായ അവരെ അല്ലാഹു വെറുതെ വിടുമോ? മനക്കരുത്ത് പറഞ്ഞ പെണ്ണൊരു പക്ഷേ അത് ചെയ്തു പോയേക്കാം. പെണ്ണ് ചെയ്യാനും പാടില്ല. പക്ഷേ അപ്പെണ്ണത് ചെയ്യാൻ നിമിത്തമായ നമ്മളെ അല്ലാഹു ഒരിക്കലും വിടില്ല. ചില സ്ത്രീകൾ ഈ പണിക്കൊന്നും പോകാതെ തീ തിന്ന് ജീവിക്കുന്നുണ്ടാകും. എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെട്ടില്ല, ഇനി ഇവിടെ പൂർത്തിയാക്കിയാൽ. ചിലരൊക്കെ വിവാഹ മോചനം ഭർത്താവിനോട് ചോദിക്കും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഗതി കെട്ടാൽ എന്ത് ചെയ്യും? ഭർത്താവിനോട് വിവാഹമോചനം ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തും. എന്നെ ഒന്ന് തീർത്തു തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്താറുണ്ട് ചില സഹോദരിമാർ. അതും ചോദിക്കാതെ കഴിഞ്ഞേക്കാം. കാരണം എന്താ? ഇത് വാങ്ങി പോകുന്നത് കൊടുക്കാം. വീട്ടിലേക്ക് ചെന്നാൽ ആങ്ങളാര് തീരെ സുഖല്ല. അപ്പൊ കയ്യൂക്കുള്ള ആങ്ങളാരെ പേടിച്ചിട്ട് ഒരു പക്ഷേ ഒന്നും മിണ്ടാതെ ഉമ്മാനും ഉപ്പാനും ഒക്കെ പേടിച്ചിട്ട് ഒരു പക്ഷേ ഈ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ടാകും. ഇതൊക്കെ കണ്ട് ഇത് നമ്മുടെ ഉഷാറാണെന്ന് അങ്ങനെ ചിലർക്കൊക്കെ ധാരണ ഉണ്ടാവും. എന്റെ പെണ്ണിനെ ഞാൻ എങ്ങനെ പീഡിപ്പിച്ചിട്ട് അവിടെ പോണില്ലല്ലോ. അതിന്റെ കാരണങ്ങൾ ഇതൊക്കെ. ഇങ്ങനെ കുറെ സാഹചര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകും. ഇത് കണ്ട് ഞാൻ ഉഷാറാണെന്ന് വിലയിരുത്തുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ അവർക്ക് വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുത്തില്ലെങ്കിൽ സംഗതി അപകടമാണ്. തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മഹാപാപിയാണെന്ന് വിധിയെഴുതാൻ തന്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതിരുന്നാൽ മതി. താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവ് കൊടുക്കാതിരുന്നാൽ അതു തന്നെ മതി. അയാൾ ഒരു മഹാപാപിയാണെന്ന് വിധിയെഴുതാൻ. ഇതാണ് ഹബീബ് തങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെ കുറെ ആളുകൾ പലപ്പോഴും
ഇനി തവക്കുലൊക്കെ കൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടർ, പറയാതിരിക്കാൻ പറ്റില്ല. ചിലരിങ്ങനെ നാട്ടിന്റെ നാനാഭാഗത്തു കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയായിരിക്കും. ഇവിടെ ഈ മസാറിൽ കാണാം, പിന്നെ അവിടെ പോയി നോക്കിയാൽ അവിടെ അങ്ങേപുറത്ത് വേറൊരു മസാറിൽ കാണാം. വീട്ടിൽ ഒരു ഭാര്യ ഉണ്ട്, 4 കുട്ടികളുണ്ട്, ഇവരെ കാര്യം യാതൊരു ശ്രദ്ധയും. അപ്പോഴാണ് ഒരുപാട് നാഗൂരുന്നോ എവിടെന്നെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല സുഹൃത്തേ, നിനക്ക് നിന്റെ നാട്ടിലൊരു പെണ്ണും കുട്ടികളുണ്ടല്ലോ, അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഇന്ന് കഴിയുന്നത്, നീ പോകുന്നതിന്റെ ആവശ്യം. ഇയാൾ സിയാറത്തിന് പോയിട്ട് കൊല്ലങ്ങളോടായി നടക്കന്നെ. അപ്പൊ അയാളുടെ മറുപടി, അതിനെന്താ ഉസ്താദേ, അതൊക്കെ പടച്ചോ നോക്കിക്കോളൂ, വിടൂല പടച്ചോ. ഇതൊന്നും പറയണ ഇവനെ പടച്ചോനും ഇവനെ വിടുന്നു കരുതണ്ട. ഈ തവക്കുലൊന്നും ഇവൻ ആദ്യ ഓർമ്മല്ലായിരുന്നു. ഇത്തവക്കുൽ ആദ്യ ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. കല്യാണം കഴിക്കാതിരിക്കൽ ഇസ്ലാമിന്റെ പൂർണ്ണ സ്വഭാവമല്ല. ഇനി പോവട്ടെ, അങ്ങനെ ഒരു തവക്കുലുമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിന് നേരത്തെ നോക്കേണ്ടി വരും. കല്യാണം കഴിച്ച് കുട്ടികളും ബാധ്യതയുള്ള ഒരാള് അവനെ തീറ്റിപ്പോറ്റൽ അവന്റെ നിർബന്ധ ചുമതലയാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല അവനെ കൈകാര്യം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവർ അപകടത്തിലേക്കാണ് ഈ പോക്ക് എന്ന് കൂട്ടത്തിൽ ഉണർത്തണം. എന്നിട്ട് അവരുടെ വെപ്പുപന്താ, ഞങ്ങളൊരു വലിയാണ്, വിലായത്തിന്റെ മർത്തബയ്ക്ക് ഉയർന്നിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുവാണ്. ഇത് നടക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. ആകെ ഒരു 10-20 വയസ്സാണ്ടായിട്ടാണ്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 10, 40, 50 വയസ്സൊക്കെ ആവുമ്പോ ഭാര്യ കുട്ടികളൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഘട്ടത്തിലെത്തുമ്പോ ഭാര്യ മക്കളെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോകലാണ്. പിന്നെ ഇങ്ങനെ നടക്കുക. എന്നാൽ ഇത് ശരിക്കും അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്ന് എന്റെ സഹോദരിമാരും സഹോദരന്മാരും പ്രത്യേകിച്ച് ഈ കാര്യം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. പണക്കൊതി അതൊരു വലിയ വിഷയമാണ്. നേരത്തെ പറഞ്ഞത് ഇത് ആ കൂട്ടത്തിലൊന്നും ഉണർത്തി എന്ന് മാത്രം. പണക്കൊതിയന്മാർക്ക് പലപ്പോഴും ഭാര്യമാരെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആ കുഴപ്പങ്ങളൊക്കെ അതൊന്നും അവർക്ക് പൂർത്തിയാക്കി വീട്ടാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. ഭർത്താവ് എന്ന റോളിൽ പോലും അവരെ കിട്ടില്ല, അവർ ഓടി നടക്കുകയാണ്. ഇതൊക്കെ ഭർത്താവിന്റെ ഭാര്യയുടെ സമ്മതത്തോടുകൂടെയാവണം. ഭാര്യയുടെ സമ്മതത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇവൻ പൂർണ്ണമായി ഭാര്യയ്ക്ക് അടിമപ്പെട്ടു എന്നല്ല, മറിച്ച് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ, ഭാര്യയോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ ഇവൻ നിർവഹിക്കണം. വസ്ത്രം കൊടുക്കണം. കീറിയ മുണ്ട് തന്നെ വീണ്ടും വീണ്ടും തുന്നിയെടുത്ത് കുളിക്കടവിൽ ചെല്ലുമ്പോൾ തന്റെ സഹോദരിമാരോട് വാസനാ സോപ്പും അലക്കു സോപ്പും യാചിച്ചു വാങ്ങി. കല്യാണങ്ങളും ആഘോഷ ചടങ്ങുകളും ഒക്കെ വരുമ്പോൾ അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. ഭർത്താവിന്റെ മാന്യത ഒരുപക്ഷെ രക്ഷിക്കുന്നുണ്ടാകും, മാനം രക്ഷിക്കുന്നുണ്ടാകും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വന്നാലും ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതിയായിരിക്കും ഇങ്ങനെ വെന്തുരുകി ജീവിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് കാണാം. പ്രസവാനന്തര പരിരക്ഷകൾ ലഭിക്കാത്ത എത്രയോ സഹോദരിമാർക്ക് അകാല വാർദ്ധക്യം അവരെ പിടികൂടുന്നു. അപ്പോഴേക്ക് ഇവൻ പ്രസവാനന്തര ശുശ്രൂഷകൾ നടത്താറില്ല, പരിരക്ഷകൾ നൽകാറില്ല. എങ്കിൽ ആ പെണ്ണുങ്ങാനും അകാല വാർദ്ധക്യത്തിലേക്ക് വന്നു വീണാലോ ഇവൻ രണ്ടാമത് കെട്ടാനിറങ്ങുകയാണ്. ഈ തരത്തിൽ ഉളുപ്പില്ലാത്ത പ്രവൃത്തിയുമായി നടക്കുന്ന സഹോദരന്മാര് ശ്രദ്ധിക്കണം. ഇത് ഇത്ര ഗൗരവത്തോടുകൂടെ പറയാൻ കാരണം കുറെ ആളുകൾ ഭാര്യ പ്രസവിച്ചാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി അവൾക്ക് കൊടുക്കേണ്ട പരിരക്ഷകൾ നൽകില്ല. ഇതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് പിന്നെ അവൾ തനിക്ക് പോരെന്ന് തോന്നുന്ന വല്ല കുഴപ്പങ്ങളും ഉണ്ടെങ്കിലോ ശരീരത്തിന് വേണ്ടതുപോലെ നോക്കാതെ പിന്നെ വേറെ ഒന്ന് കെട്ടുന്നു, അതും ശരിയല്ലെങ്കിൽ വേറെ ഒന്ന് കെട്ടുന്നു. ഇസ്ലാമിനെ അനുവദിച്ചു എന്ന് പറഞ്ഞ ഇത് ദുരുപയോഗം ചെയ്യുന്ന കുറെ ആളുകൾ. കല്യാണം ബഹുഭാരിത്വത്തെ എതിർക്കുകയല്ല, പക്ഷെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ഭാര്യ ഒന്നുള്ളതോടുകൂടെ തന്നെ 1, 2, 3, 4 വരെ ആവാമെന്ന് പറഞ്ഞത് അത് നീതി പാലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കാവാം. പക്ഷെ ആ കയ്യോ ഇല്ലേ 100 വട്ടം ശ്രദ്ധിച്ചിട്ടേ ആ ഏർപ്പാടിന് ഇറങ്ങാവൂ എന്നും കൂടെ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ഇനി ഈ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം ഈ ഒരു വിഷയമാണ്, അത്യാഗ്രഹം. ഈ അത്യാഗ്രഹം മനുഷ്യനിൽ എന്നാണോ ഉള്ളത്? ആർത്തിയുള്ള മനുഷ്യന്റെ ജീവിത പാടുകളിൽ മുഴുവനും നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ നിഴൽപ്പാടുകൾ കാണുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ശ്രദ്ധിക്കൂ. എന്തിനാ ഞാനിത് പറയുന്നത്? ഒരു മാറ്റം വരാൻ, എന്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ. ഈ
ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ പഠിപ്പിച്ചതാണ് ഇയ്യാകും വത്തമഅ, ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ളുക എന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് രൂപത്തിൽ അത് അതുക്കാതെ നിങ്ങൾ ആർത്തി കാണിച്ചാൽ അത് തനിച്ച ലുബ്ധതയായി മാറും. ആർത്തിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഇയ്യാകും വത്തമഅ, ആർത്തിയെ നിങ്ങൾ കരുതിയിരിക്കണം. ഫഇന്നഹു ഹുവൽ ഫഖർ, കാരണം അത്യാർത്തി ദാരിദ്ര്യമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? നമുക്ക് തോന്നിയിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ കുറെ മുതലാളിമാരുണ്ട്, നല്ല അത്യാർത്ഥിയാണ്, എത്ര കിട്ടിയാലും പോരാന്നല്ല, എന്നിട്ട് അവർക്ക് ഇവിടെ ദാരിദ്ര്യം, നല്ല സുഖല്ലേ, എത്ര പണ കയ്യില്. നബി തങ്ങൾ പറഞ്ഞതോ ആർത്തിയെ സൂക്ഷിക്കണം, ആർത്തി ദാരിദ്ര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസ് വ്യാഖ്യാനിക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം എന്താ? ആർത്തിയുള്ളവന്റെ ജീവിതത്തില് ദാരിദ്ര്യത്തിന്റെ നിഴലുകൾ അവനെ വിട്ടൊഴിയുകയില്ല. നോക്കിക്കോ, സംഗതി ശരിയാണ്. പെട്ടിയിൽ പണം പൂത്ത് കിടക്കുന്നുണ്ടാകും, പക്ഷെ ഭാര്യക്ക് പനിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഹോസ്പിറ്റലിലേക്ക് അവൻ കൊണ്ടുപോകില്ല, ചെലവാകും, കൊണ്ടുപോകൂല. കുട്ടിക്ക് രോഗിയാണ്, കുട്ടി രോഗിയാണ്, പക്ഷേ ഹോസ്പിറ്റലിൽ കാണിക്കോ ഇല്ല. വിശക്കുന്നുണ്ട്, മര്യാദക്കൊന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കോ ഇല്ല. നല്ല ഇറച്ചിയും മാംസവും മത്സ്യവും വേണ്ട ദിവസങ്ങളിൽ അത് വാങ്ങിക്കൊടുക്കുമോ ഇല്ല. നല്ല ഭക്ഷണം കുടുംബത്തിനില്ല. എന്തേ കാരണം? അത് വാങ്ങിയാൽ അത്രയും പണമങ്ങ് പോകില്ലേ? അതുകൊണ്ട് ഒരു ദിവസവും കൂടെ, ഒരു ദിവസം ആ കീറിയത് തന്നെ തുന്നി തുന്നി ഒപ്പിക്കട്ടെ എന്ന് കരുതി അവൻ ജീവിക്കും. ഇതാ പറഞ്ഞത് ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ. പെട്ടിയിൽ പണം പൂത്തുകിടക്കും, പക്ഷേ അവന്റെ ജീവിതം ദാരിദ്ര്യത്തിന്റെ അതേ ഒരു പരമദരിദ്രന്റെ ജീവിതമായിരിക്കും. കൂലിപ്പണിക്കാരൻ അവന്റെ ഭാര്യയെ ഇതിലേറെ മട്ടത്തിൽ നോക്കുന്നുണ്ടാകും, പക്ഷേ ഈ മുതലാളിയുടെ ഭാര്യയോ സുഖമില്ലാതെയായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, ആവശ്യം വരുന്ന സമയത്ത് വേണ്ട ശുശ്രൂഷകൾ നൽകില്ല. കാരണം കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഒരു പരമദരിദ്രന്റെ ഭാര്യയായിരുന്നു നല്ലത് ഈ പെണ്ണിന് തോന്നിപ്പോകും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിവാഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു ഹദീസല്ല, പൊതുപ്രഖ്യാപനമായി പറഞ്ഞതാണ്. അത് നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ആർത്തി കൂടിയാൽ ആവശ്യത്തിന് ചെലവഴിക്കില്ല. അപ്പൊ ഒരു ഫഖീറിന്റെ ജീവിതമായിരിക്കും. ചെരുപ്പ കേടുവന്നിട്ടുണ്ട്, ഒന്ന് മാറ്റാം, മാറ്റൂല, അങ്ങനെ ഒപ്പിച്ച് നടക്കും. കാരണം എന്താ? അതിന് പൈസ കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ഫഖീറിന്റെ വീട്ടുണ്ടാവും കണ്ടാൽ. ഇതാണ് നബി പറഞ്ഞത് ഇയ്യാകും വത്തമഅ ഫഇന്നഹു ഹുവൽ ഫഖർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പണക്കൊതി എന്നാരെ ഉദ്ദേശിച്ച്, ലുബ്ധന്മാരെ ഉദ്ദേശിച്ച് പറഞ്ഞ പ്രമാണങ്ങളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ വായിച്ചാൽ ഉറപ്പാണ് നമ്മൾ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലൈസൽ ഗിനാ അൻ കസറത്തിൽ അറദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. സമൃദ്ധി എന്ന് പറയുന്നത് ചരക്കുകളുടെ ആധിക്യത്തിലല്ല. പെട്ടിയിൽ പണം ലക്ഷക്കണക്കിനുണ്ട്, അതുകൊണ്ട് അതിന് സമൃദ്ധി എന്ന് പറയൂല. വരുമാനം ഇഷ്ടം പോലെ ഉണ്ട്, അതിന് സമൃദ്ധി എന്ന് പറയൂല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. പിന്നെയോ സമൃദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ സമൃദ്ധിയാണ് സമൃദ്ധി എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 1000-2000 രൂപ ജീവിക്കുന്നവർ സുഖമായിട്ട് പക്ഷേ കുടുംബത്തിലൊന്നും നല്ല റാഹത്തിൽ ഭാര്യക്ക് സന്തോഷമായി, കുട്ടികൾക്ക് സന്തോഷമായിരിക്കും. അതാണ് മാനസിക സമൃദ്ധി, അതാണ് സമൃദ്ധി. ഇനി 50,000 രൂപ ഒരു മാസത്തിൽ അവന് വരുമാനമുണ്ട്. ഇങ്ങനെ പുറത്ത് ഒരാൾക്കോ 3000-4000 രൂപ വരുമാനമാണ്. പക്ഷേ ഈ 50,000 രൂപ വരുമാനമുള്ളവരെ ഒന്നും ഒന്നുക്ക് പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ പേരക്കുട്ടികൾ, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ ഇവന് വല്ല സമാധാനം, മറ്റവനോ സുഖമായിട്ട് ഇവനോ ഹോസ്പിറ്റലിൽ കൊണ്ടിടാനേതുണ്ടാവും. ഇതാണ് കുറെ എല്ലാത്തിനും മനസ്സിന് സമാധാനം. അല്ലാഹു നമുക്കൊക്കെ മനസ്സിന് സമൃദ്ധിയുള്ള വിഭാഗത്താണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതാണ് ഏറ്റവും വലിയ ഉള്ളതിൽ പറക്കം. കുറെ ഉണ്ടാവലല്ല, ഉള്ളതിൽ പറക്കം.
എന്നിട്ട് മനസ്സിന് നല്ല സമൃദ്ധി കിട്ടുക, സന്തോഷം കിട്ടുക, സമാധാനം കിട്ടുക. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അറബ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. അതുകൊണ്ട് മാനസിക സമൃദ്ധിയാണ് സമൃദ്ധി. അതിനെന്തൊക്കെ വേണം? മാനസിക സമൃദ്ധി കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടി വരും. വിശപ്പടങ്ങണം, ദാഹമടങ്ങണം, മനസമാധാനം വേണം. അതുകൊണ്ട് ഭർത്താവെന്ന റോളിൽ നിന്റെ ഭാര്യയ്ക്ക് ലഭിക്കണം. അവൾക്ക് ഭക്ഷണം കിട്ടണം, അവൾക്ക് വെള്ളം കിട്ടണം, അവൾക്ക് ഡ്രസ്സ് കിട്ടണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു ഭർത്താവിന്, അതാ ഞാൻ പറഞ്ഞത്, ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞോ നിങ്ങളുടെ ഭാര്യക്കും കുട്ടികൾക്കും സന്തോഷമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ റാഹത്തായിരിക്കും. ഇതില്ലാത്ത പക്ഷം അവന്റെ ഓരോ നീക്കത്തിലും ദാരിദ്ര്യത്തിന്റെ പാടുകൾ പ്രകടമാകും. ഇതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഏത്? ഈ ത്വമൈനെ അഥവാ അത്യാർത്തിയെ നീ കരുതിക്കോ, അത്യാർത്തി അപകടമാണ് കേട്ടോ, അത് ദാരിദ്ര്യമാണ് എന്ന് പഠിപ്പിച്ച തിരുവചനം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വചനം എത്ര പ്രസക്തമാണ്. ഒരൊറ്റ ഹദീസ് കൂടെ ഞാൻ വായിക്കാം. എന്തിനും ജീവിതത്തിൽ നമുക്കൊരു മാറ്റം വരാൻ ഹബീബ് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ദിവസം വസിയ്യത്ത് ചെയ്ത കാര്യം അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നോട് എന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഔസാനി ഖലീലി ബിസബ്ഇ. എന്റെ സ്നേഹിതൻ എന്നോട് 7 കാര്യങ്ങൾ എന്റെ സ്നേഹിതൻ എന്നോട് വസിയ്യത്ത് ചെയ്തു, എന്നെ ഉപദേശിക്കുകയുണ്ടായി. ബിഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ. ദരിദ്രരെയും സാധുക്കളെയും സ്നേഹിക്കണം. 7 കാര്യമാണ് എന്നോട് പറഞ്ഞത്. ഇത് അത്യാർത്തിയുള്ളവർക്ക് ആ രോഗം സുഖപ്പെടാൻ നല്ലതാണ്. ഈ ഹദീസ് ഞങ്ങൾ പറഞ്ഞു 7 കാര്യം. അബൂദർ പറഞ്ഞു എന്നോട് നബി 7 കാര്യം. ബിഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ. സാധുക്കളോടും ദരിദ്രരോടും സ്നേഹം ഉണ്ടാകണം. സ്നേഹം ഉണ്ടായാ പോരാ, ഞാൻ അവരോട് ഒട്ടി നിൽക്കണം. അടുത്ത് എന്നോട് പറഞ്ഞു, ദൂരെ നിന്ന് സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രസംഗിക്കാനും പിരിവെടുക്കാനും സഹായിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ യഥാർത്ഥ സാധുവിന്റെ ജീവിത ശൈലി എന്താണെന്ന് അറിയണമെങ്കിൽ അവനോടൊപ്പം ഒട്ടി നിൽക്കണം. ഒരു ദിവസം ഒരു മുന്നറിയിപ്പില്ലാതെ അവന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സമയത്ത് കയറി ചെന്ന് നോക്കുന്നു. അതിഥിയാകുന്ന നിന്നെ മാന്യമായി ഒന്ന് സൽക്കരിക്കാൻ അവൻ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. അവൻ എടുത്തു വെച്ച കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ സമയത്ത് നീ അങ്ങ് കയറി ചെന്നാൽ അവൻ കഴിക്കുന്ന ഭക്ഷണം കണ്ടാൽ നിന്റെ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ഈ പാവപ്പെട്ട സഹോദരന് വേണ്ടി നീ നീക്കി വെക്കും. ഇതിനാണ് അതിന് സാധുക്കളുടെ വിഷമം എന്താണെന്ന് അറിയണം. അവൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തുണിപ്പായം തേച്ചിട്ടുണ്ടാവും. മുത്തുക്കാട് നോക്കിയാൽ നമ്മളെക്കാൾ സുഖമായിരിക്കും. അതങ്ങനെയാ മാന്യന്മാരങ്ങനെയാണ്. പറയിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കൂല. മാന്യന്മാർ പുറത്തിങ്ങനെ ഇറങ്ങുമ്പോൾ നല്ല റാഹത്തുണ്ടാവും കാണാൻ. പക്ഷെ ഉള്ളിലെ കഥ കുമ്പളങ്ങയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരോട് അടുത്ത് നിൽക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനാണ് ഇവരങ്ങളത് പറഞ്ഞത്. സാധുക്കളോട് ഞാൻ ഒട്ടി നിൽക്കണം, അടുത്തു നിൽക്കണം എന്നും എന്നോട് പറഞ്ഞു. പിന്നീട് എന്റെ നോട്ടം എന്നെക്കാൾ കൊഴുത്തവനിലേക്കാവരുത്. ഞാൻ നോക്കുന്നത് ആരിലേക്കാണ്? ഞാൻ നോക്കുന്നത് എന്നേക്കാൾ കൊഴുത്ത ആളിലേക്ക്. ഇഷ്ടംപോലെ ഉദാഹരണം പറയാം. ഒരു കൂലിപ്പണിക്കാരൻ, 100 റുപ്യ വെക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ, അങ്ങനെ പറയാം. 100 റുപ്യ വെക്കുന്ന ഒരു കൂലിപ്പണിക്കാരൻ അവൻ നോക്കുന്നത് ഒരു മാസത്തിൽ ഒരു 50,000 റുപ്യ വരുമാനമുള്ള ഒരു മലയാളിനെയാണ്. സംഗതി പിടുത്തം വിടും. ഇവൻ എങ്ങനെ നോക്കിയാലും ജീവിക്കാൻ കഴിയില്ല. അരി വാങ്ങാനും പറ്റില്ല, ഡ്രസ് വാങ്ങാനും പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം എന്താ? അവന്റെ വരുമാനം പോലെ തന്നെ എങ്ങനെയാകാന്ന് അവന്റെ ചിന്ത. അവന്റെ ഈ ചെറിയ ശമ്പളം 3000 റുപ്യ എങ്ങനെ അതാക്കാൻ കഴിയുന്നു? അപ്പൊ അവൻ ചെറിയ പെട്ടിക്കടെങ്കിലും പെട്ടിക്കട അത് തുടങ്ങി പിന്നെ അതിങ്ങനെ വലുതാക്കി കൊണ്ടുപോകാൻ. അപ്പൊ ഒരൊറ്റ മാസത്തിൽ ഭാര്യക്കും കുട്ടികൾക്കും തനിക്കും വേണ്ട സാധനങ്ങൾ വാങ്ങിയാലോ സംഗതി ആകെ കടത്തിലാവും. അപ്പൊ അതൊക്കെ അടുത്തടുത്ത് വെച്ചിട്ട് പരമാവധി ഉണ്ടാക്കാൻ നോക്കും. അടുത്ത അയൽപക്കത്ത് ഈ 3000 പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന സാധുക്കളുണ്ട്. അവരെ കാണാൻ കഴിയൂല. കാരണം ഇപ്പൊ നോക്കുന്നത് ഇങ്ങോട്ടാണ്. അതുകൊണ്ടാ നബിതങ്ങൾ പറഞ്ഞത്. നബിതങ്ങൾ എന്നോട് പറഞ്ഞു, അബൂദർ പറയുന്നു,
എന്നെക്കാൾ താഴെയുള്ളവനിലേക്ക് നോക്കണം. അപ്പോൾ ഞാൻ നോക്കേണ്ടത് എങ്ങോട്ടാ? 5000 രൂപ ഒരു മാസം തോറും എനിക്ക് കിട്ടി വരുന്നുണ്ടെങ്കിൽ, ഓരോ മാസം തോറും 5000 രൂപ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കേണ്ടത് 50 രൂപ ഒരു മാസത്തിൽ, ഒരു ആഴ്ചയിൽ, ഒരു ദിവസത്തിൽ എന്ന് പറയുമ്പോൾ മാസത്തിൽ 1500 രൂപ ഒപ്പിക്കാൻ കഴിയാത്ത ഒരു സാധുവിനെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുമ്പോഴാണ് എന്റെ ഗൗരവം ഞാൻ അറിയാം, എന്റെ നിഅ്മത്തിന്റെ വലുപ്പം ഞാൻ അറിയുക. നബി തങ്ങൾ എത്ര തികഞ്ഞ സൈക്കോളജിസ്റ്റാണ്, ഹബീബ് ഇത്രമാത്രം തികഞ്ഞ മനഃശാസ്ത്രജ്ഞനാണ്. എന്റെ കൂട്ടുകാർ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നോക്കിയാൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തോന്നും 5000 ഞാനൊരു 1000 രൂപ കൊടുക്കട്ടെ, തോന്നി കിട്ടിയ രക്ഷപ്പെട്ടില്ലേ, ആ സാധു രക്ഷപ്പെട്ടില്ലേ. അപ്പൊ നബി തങ്ങൾ ശരിക്ക് സൈക്കോളജിക്കലായിട്ട് ആ കാര്യങ്ങൾ പറയുന്നു. എന്നേക്കാൾ താഴ്ന്നവനിലേക്ക് നോക്കണം, എന്നേക്കാൾ കൊടുത്തവനിലേക്ക് നോക്കരുതെന്ന് ഹബീബനോട് പറഞ്ഞു. എന്റെ കുടുംബത്തെ ഞാൻ ചേർക്കണമെന്ന് പറഞ്ഞു. അവരെന്നെ മുറിച്ചു പോയാലും, അവരെന്നോട് ക്രൂരത കാണിച്ചാലും ഞാൻ അവരെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് ഹബീബനോട് പറഞ്ഞു. മാത്രമല്ല കഴിക്കുന്ന യാഥാർത്ഥ്യം, സത്യം പറയുമ്പോൾ ചിലപ്പോൾ കഴിക്കും, പക്ഷേ ആ കഴിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയണമെന്നും ഹബീബനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഒരൊറ്റ കുട്ടിയുടെയും ഒരാക്ഷേപത്തിന്റെയും ആക്ഷേപം ഭയപ്പെടേണ്ടതില്ല. ദീൻ പറയുന്നിടത്ത് ഒരൊറ്റ കുട്ടിയെയും പേടിക്കേണ്ടതില്ല. ആരെതിരായാലും നീ അത് പറയണം. ഞങ്ങളോടൊന്നും നീ യാചിക്കരുത്, ഞാൻ യാചിക്കരുതെന്നും റസൂലിനോട് വസിയ്യത്ത് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ഉണർത്തി. ഇവിടെ ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ രോഗം സുഖപ്പെടാൻ, അത്യാർത്തിയുടെ രോഗം സുഖപ്പെടാൻ നബിതങ്ങൾ കൊടുത്ത 2-3 നിർദ്ദേശം കണ്ടോ നിങ്ങൾ? സാധുക്കളെ സ്നേഹിക്കുക, സാധുക്കളോടൊട്ടി നിൽക്കുക, അവരുടെ കഷ്ടപ്പാട് അറിയുക, നിന്നെക്കാൾ താഴ്ന്നവനിലേക്ക് നോക്കുക, നിന്നെക്കാൾ കൊഴുത്തവനെ നോക്കാതിരിക്കുക. ഇത്ര നല്ല ഉപദേശമാണത്. ഇത് മാത്രം ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതില്ലാതിരിക്കുമ്പോഴാണ്, തന്നേക്കാൾ കൊടുത്തവനിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ നട്ടോട്ടോടുക. അവിടെ ഭാര്യക്ക് ഭർത്താവിന് നഷ്ടപ്പെടുന്നു, കുട്ടികൾക്ക് ആ വാത്സല്യം തരേണ്ട ഉപ്പയെ നഷ്ടപ്പെടുന്നു. തന്റെ കച്ചവടത്തിന്റെ പിന്നാലെ കച്ചവടം വലുതാക്കാൻ, കച്ചവട സ്ഥാപനങ്ങൾക്ക് വീണ്ടും ബ്രാഞ്ചുകളിടാൻ നട്ടോട്ടമോടുകയാണിവർ. ഇതിന്റെ ഇടയിൽ ഇവർക്കെല്ലാം ഈ വക കാര്യങ്ങളെല്ലാം മിസ്സായി പോകുന്നത് നമുക്ക് കാണാം. ഇതില്ലാതിരിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഇത് പറഞ്ഞത്. ആർത്തിയുടെ ദോഷവശം ഇത്ര വലുതാണെന്ന് ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്കും എനിക്കും ഉൾക്കൊള്ളാൻ കഴിയും. ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും തട്ടിയുടഞ്ഞു പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വിശുദ്ധമായ ബന്ധമാണെന്ന് നേരത്തെ തന്നെ എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, അതാ വിശുദ്ധമായ ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്ന് മാത്രം അവിടെ നിൽക്കുന്നില്ല. ആ ബന്ധത്തിലെ ആകർഷകമായ ഒരു ഘടകമാണെന്നതിന് പുറമെ പ്രകൃതി തന്നെ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ടും പരസ്പരം ആകർഷണമുള്ള ഇണകളായിട്ടുമാണ്. ആണിലും പെണ്ണിലും, എല്ലാ ആണിലും പെണ്ണിലുമുള്ള, ആണിലും പെണ്ണിലും രണ്ടുപേരിലും നമുക്ക് ഈ ഒരു ആകർഷണീയത എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. എന്നല്ല, തന്റെ സന്താനോത്പാദനത്തിന്റെ അടിവേരായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ലൈംഗിക വീഴ്ച നിൽക്കുന്നത്. അതിനുവേണ്ടി മാത്രം യഥാർത്ഥത്തിൽ ആ ബന്ധത്തിനാണ് വിശുദ്ധി. മാതാപിതാ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് വല്ലാത്തൊരു ബന്ധമാണ്. ഉള്ളു തുറന്ന് പരസ്പരം സംസാരിക്കുന്ന ബന്ധം, കാര്യങ്ങൾ പങ്കുവെക്കുന്ന ബന്ധം, സന്തോഷ സന്താപങ്ങൾ പങ്കുവെക്കുന്ന ബന്ധം. ആ ബന്ധമായിരിക്കണം ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ളത്. നിങ്ങൾ വലിയ ജോലിഭാരം കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ്. എത്രയോ വലിയ ജോലിഭാരം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്തേക്ക് നിങ്ങളങ്ങ് ചെന്ന് മര്യാദക്കുള്ള ഒരു ഭാര്യയാണോ, ആ ഭാര്യയുടെ പുഞ്ചിരി അങ്ങ് കാണേണ്ട താമസം. ജോലിഭാരങ്ങളൊക്കെ നിങ്ങൾ മറക്കും. നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ മറക്കുന്നത് നമ്മുടെ ഇണക്കിളികളെ കാണുമ്പോഴാണ്.
നമ്മുടെ ജീവിത പങ്കാളിയെ കാണുമ്പോഴാണ് ആണും പെണ്ണും അവരുടെ വിഷമം മറന്നു പോകുന്നത്. ആണ് തന്റെ ജോലിയുടെ ഭാരം മറക്കുന്നത്. തന്റെ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം തനിക്ക് കൊണ്ടുവന്ന് തരുന്നതോടുകൂടാതെ കഴിഞ്ഞില്ല. ഒരുപക്ഷേ സ്വാഭാവിയായ അമ്മായി ഉമ്മയുടെ പീഡനം സഹിച്ചു നേരം എങ്ങനെയോ തള്ളി ഇരുട്ടാക്കിയ ഈ സഹോദരി എന്റെ അടുത്തേക്ക് കയറി വന്ന ഭർത്താവിനെ കാണുമ്പോഴേക്ക് അതൊക്കെ മറന്നുപോയി. ഖുർആൻ പറയുന്നത് നോക്ക്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്തിനാണ് പരിശുദ്ധമായ ബന്ധം? അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തിൽ. ഖുർആൻ വ്യക്തമായി പറഞ്ഞു, മിനായാതിഹി പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ മഹാത്ഭുതങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു. വൈകാരിക ദാഹം തീർക്കാൻ മനുഷ്യ വിഭാഗത്തിലെ ഇണകൾ തന്നെ ആവണമെന്നില്ല. പാശ്ചാത്യ സംസ്കാരങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നതാണ്. മാന്യതയ്ക്ക് നിരക്കാത്ത ഏർപ്പാടാണെങ്കിലും മറ്റു ജന്തുക്കളാകാം, ജീവികളാകാം, വൈകാരിക ദാഹം തീർക്കാൻ. പക്ഷെ അതല്ല, നിങ്ങളിൽ നിന്നുള്ള ഇണകളെ നിങ്ങൾക്ക് എന്തിനു തന്നു? ആ പ്രയോഗം പ്രസക്തമാകുന്നത് അവിടെയാണ്. എന്നല്ല, നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നത് ഒരു അത്ഭുതമാണ്. അങ്ങനെയല്ല ഖുർആൻ പറയുന്നത്, നിങ്ങളിൽ നിന്നുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്നു. പാശ്ചാത്യ സംസ്കാരത്തിൽ പലപ്പോഴും അവരുടെ ഇണകൾ പട്ടിയും നായും ഒക്കെയാണ്. അവയൊക്കെ ഇണകളാക്കി കൊണ്ടു നടക്കുന്നത് അതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്, മോഡേണായി മാറിയിരിക്കുകയാണ്. മൃഗങ്ങളുടെ കൂടെ ലൈംഗിക വീഴ്ച നടത്തുന്നവരുണ്ട്. അങ്ങനെയായാലും ലൈംഗിക ദാഹം തീർന്നേക്കാം. പക്ഷേ ലൈംഗിക വീഴ്ചയല്ല യഥാർത്ഥത്തിൽ ഏത് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പ്രധാന ഘടകം. അത് ആ ബന്ധം ആകർഷിപ്പിക്കുന്ന പ്രധാന ഘടകമാണ് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. മറ്റൊന്നാണ്, അതെന്താ? നിങ്ങളുടെ വേദനകൾ പങ്കുവെക്കാൻ പറ്റുന്ന നിങ്ങളുടെ ജിൻസിൽപ്പെട്ട ഒരിണ തന്നെ ആവണം നിങ്ങളുടെ ഇണ. അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിലേക്ക് ശാന്തി തേടിച്ചെല്ലാണ്. പ്രയോഗം അവിടെയാണ് ശ്രദ്ധേയമാകുന്നത്. അവരിലേക്ക് ശാന്തി തേടിച്ചല്ല. നിങ്ങൾക്ക് ശാന്തി തേടിച്ചല്ലേ? ജോലിഭാരം കഴിഞ്ഞ ക്ഷീണവുമായി വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കാണുമ്പോഴേക്ക് അവളുടെ സംസാരവും അവൾ നിങ്ങളുമായിട്ട് പെരുമാറുന്നതും അതോടുകൂടെ നിങ്ങളെല്ലാം മറന്നു പോകുന്നു. നിങ്ങൾക്ക് സന്തോഷഘട്ടമുണ്ടോ? സന്തോഷം മറികടക്കാതിരിക്കാൻ അവൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് സന്താപഘട്ടങ്ങളുണ്ടോ? നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളെ പെണ്ണിനെ കൊണ്ടാവും. ഏത് ചൂടും ഭാര്യയാകുന്ന അത്താണിയുടെ അടുത്തെത്തുമ്പോഴേക്ക് എല്ലാ ഭാരവും മറന്നു. ഏത് ചൂടും തണുത്തുപോയി. അങ്ങനെ നിങ്ങളിൽ നിന്നുള്ള ഇണകളെ സൃഷ്ടിച്ചു തന്ന് നിങ്ങൾക്കിടയിൽ പരസ്പരം അല്ലാഹു സ്നേഹവും കാരുണ്യവും നിക്ഷേപിച്ചു. ആ സ്നേഹത്തിനും കാരുണ്യത്തിനുമാണ് പ്രാധാന്യമെന്നാണ് എന്റെ കൂട്ടുകാർ മനസ്സിലാക്കുന്നത്. ആയതുകൊണ്ട് സ്നേഹത്തോടെ, ഒരുമയോടെ, ഐക്യത്തോടെ നടക്കുന്നത്, ആ നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അതിലേ അർത്ഥമുള്ളൂ. അല്ലാത്ത ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഒരർത്ഥവും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ വൈകാരിക ദാഹം തീർക്കാനുള്ള യന്ത്രങ്ങളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ഈ ബന്ധത്തിന്റെ വിശുദ്ധി ഉണ്ടാവില്ല. അതെപ്പോഴാണോ ഇതിന് പറ്റാതെയാകുന്നത് അതോടുകൂടെ അത് കടിച്ചു തുപ്പും, ചവച്ചു തുപ്പും. അതായിരിക്കും അവസ്ഥ. ഇത് വരാതിരിക്കാൻ നല്ലത് ആദ്യമേ മനസ്സിൽ ഈ പറഞ്ഞ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന് പറഞ്ഞ ഈ സ്നേഹം ഊട്ടിയുറപ്പിക്കണം. ഈ സ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള മാർഗമെന്താണ്? ഇസ്ലാം പഠിപ്പിച്ച മുഴുവൻ ചിട്ടകളും പാലിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം അവർ നയിക്കണം. അപ്പോഴേ അത് പറ്റൂ. അവിടെ പൊട്ടിപ്പൊളിയാൻ പാടില്ല. അവരോടും ഗൗരവത്തിന്റെ ഭാഷയിൽ തന്നെ മനസ്സിലാക്കണം. ഒരുപാട് സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുണ്ട്. നമുക്ക് തുടങ്ങാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഉണർത്തുന്നിടത്ത് നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ എത്രത്തോളം സന്തോഷത്തിൽ പോകണം, ഇസ്ലാം കൽപ്പിച്ച ബാധ്യതകൾ എത്രത്തോളം നിങ്ങൾ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിന്റെ ഭാഷയിൽ പഠിപ്പിക്കുന്നു. എവിടെ? അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകാൻ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് ഹബീബ് ഒപ്പിച്ചൊപ്പിച്ചു പറഞ്ഞ 3 കലിമത്തുകളുണ്ട്. സലാസു കലിമാത്ത് വല്ല യതകല്ലമു ബിഹിന്ന ഹത്താ തലജലസ ലിസാനുഹു വഖഫിയ കലാമുഹു ജഅല യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ഒപ്പിച്ചൊപ്പിച്ചു പറഞ്ഞ കലിമത്തുകൾ സലാസു കലിമാത്തിൻ 3 പദങ്ങൾ. വല്ല യതകല്ലമു ബിഹിന്ന, നബി തങ്ങൾ അവസാനം അത് സംസാരിക്കുകയായിരുന്നു. എത്രത്തോളം അതുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഹത്താ തലജലജ ലിസാനുഹു, നബി തങ്ങളുടെ നാക്കിങ്ങനെ പെടക്കുന്നുണ്ട്. കൃത്യമായിട്ടല്ല ആ വാക്കുകൾ കിട്ടുന്നത്. സഹാബത്ത് ചെവി വെച്ചൊപ്പിയെടുത്തത് വളരെ ശ്രദ്ധിച്ചു കേട്ട വചനങ്ങൾ. ഹത്താ തലജലജ ലിസാനുഹു വഖഫിയ കലാമുഹു, ഹബീബിന്റെ സൗണ്ട് പതുങ്ങിപ്പോയിട്ടുണ്ട്. സൗണ്ട് വേണ്ടതുപോലെ പൊങ്ങുന്നില്ല. വഫാത്താകുകയാണ്. വഫാത്തിനോടടുത്ത സമയത്ത് ജഅല യഖൂൽ, നബി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ ഹബീബ് പറയുന്നത്? ഹബീബ് അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് ആദ്യം പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരം നിങ്ങൾ അതിന്റെ മഹത്വം കളഞ്ഞു കുളിക്കരുത്, അതിന്റെ ഗൗരവം കണക്കിലെടുക്കാതിരിക്കരുത്. ഒരു റക്അത്ത് പോലും ഖളാ ആക്കരുത്, ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടുത്ത, ഒരു വഖ്ത് പോലും നഷ്ടപ്പെടുത്തരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് രണ്ടാമത് അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ വലതുകരങ്ങൾ ഉടമപ്പെടുത്തിയതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അഥവാ നിങ്ങളുടെ അടിമകൾ, നിങ്ങളുടെ കയ്യിലുള്ള അടിമകൾ, നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികൾ, അവർക്ക് ഈ നിയമം ബാധകമാണ്, ശ്രദ്ധിക്കണം. ഇന്ന് അടിമ ഉടമനം എന്ന സമ്പ്രദായമില്ല. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ, തന്റെ തൊഴിലാളിമാരെ, മുതലാളിമാര് പീഡിപ്പിക്കാൻ പാടില്ല, അവർക്ക് ലീവ് നിഷേധിക്കാൻ പാടില്ല. അവർക്കും ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന ബോധം വേണം. അവർക്ക് ലീവ് കൊടുക്കണം. ജോലിക്ക് ലീവില്ലാതെ പണിയെടുപ്പിക്കുന്ന മുതലാളിമാരുണ്ടാവരുത്. എല്ലായിടത്തും ബാധകമാണ്. നിങ്ങളുടെ കയ്യിലൊതുങ്ങി നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഈ സാധുക്കൾ നിങ്ങളുടെ അടിമകൾ. ലാ തുകല്ലിഫൂഹും മാ ലാ യുതീഖൂൻ, അവർക്കാവതാകാത്ത നിങ്ങൾ അവരോട് കൽപ്പിക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, അവർക്കാവതാകാത്തത് നിങ്ങൾ അവരോട് കൽപ്പിക്കരുത്, കയ്യാത്ത പണിയെടുപ്പിക്കരുത്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വസ്അഹാ, ഒരൊറ്റ ശരീരത്തോടും അതിനാവതാകുന്നതല്ലാതെ കൽപ്പിക്കാൻ പാടില്ല, കൽപ്പിക്കപ്പെടൂല, കൽപ്പിക്കപ്പെടരുത് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഒറ്റ ശരീരത്തിനോട് പാടില്ല. അല്ലാഹു ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ എന്നല്ല, ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വസ്അഹാ. ഇതെല്ലാവർക്കും ബാധകമാണ്. ആയത്ത് ശരീരത്തോട് പറയുന്നത് കാണാം. ഒറ്റ ശരീരത്തോടും അതിനാവതാകുന്നതല്ലാതെ കൽപ്പിക്കപ്പെടാൻ പറ്റില്ല. ആവതാകാതെ കൽപ്പിച്ചിട്ട് കാര്യമില്ല, നടക്കൂല. ഇത് പറഞ്ഞിട്ട് മൂന്നാമത് ഹബീബ് പറഞ്ഞു, അല്ലാഹ അല്ലാഹ ഫിൻ നിസാ. ഞാൻ പറഞ്ഞത് ഭാര്യമാരുമായുള്ള ഇടപെടക്കത്തിൽ ശ്രദ്ധിക്കണം, അവരുമായുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കണം. ഹബീബ് വഫാത്താകുമ്പോ ഒപ്പിച്ചൊപ്പിച്ചു പറഞ്ഞ 3 കലിമത്തിലെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ പദം പ്രാധാന്യമുണ്ടതിന്. എന്താ പറഞ്ഞത്? അല്ലാഹ അല്ലാഹ ഫിൻ നിസാ. അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണം നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ. അല്ലാഹ അല്ലാഹ ഫിൻ നിസാ ഫഇന്നഹുന്ന അവാനിൻ നിംദകും അവാനിൻ ഫീ ഐദീകും അഖദ്തുമൂഹുന്ന ബിഅഹദില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്.
ഇന്നഹുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബിനികൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, അവർ നിങ്ങളുടെ കയ്യിൽ അവർ ബദ്ധസ്ഥരാണ്. സംഗതി ശരിയാണ്. നിങ്ങൾ അവരെ കെട്ടിയതോടുകൂടെ അവർ നിങ്ങൾ പറഞ്ഞത് കേൾക്കേണ്ടവരാണ്, നിങ്ങളുടെ കീഴിലാണ്, നിങ്ങൾ അവരുടെ പേരിൽ ആധിപത്യമുള്ളവരാണ്. അർറിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. നിങ്ങളെ അല്ലാഹു അവരെക്കാൾ ശ്രേഷ്ഠമാക്കി ഈ വിഷയത്തിലെന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ മേലിൽ സ്വാധീനമുണ്ട്. ശരിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വിചാരിച്ചത് ചെയ്യിക്കാൻ കഴിയുന്ന പാപങ്ങളാണവർ. നിങ്ങളുടെ കയ്യിൽ പൂർണ്ണ ബന്ധസ്ഥരാണ്, അവർ തടവുകാരാണ്. പക്ഷേ നിങ്ങൾ അവരോട് ഒരിക്കലും അപമര്യാദയായി പെരുമാറാൻ പറ്റില്ല. അവളിപ്പോ എന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് കരുതി അവളെ പോതിര തല്ല ചെയ്യരുത്. അവൾക്ക് സൗകര്യമുള്ളതൊക്കെ കൊടുക്കുക, സൗകര്യമുള്ളപ്പോ കൊടുക്കുക, പറ്റില്ല. അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. നീതി വകവെച്ചു കൊടുക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ഹബീബ് എത്ര കണ്ടീഷനായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ. നീതി വകവെച്ചു കൊടുക്കുന്നിടത്ത് വല്ലാത്ത നല്ല ഒരു നിസ്തുലമായ ചിത്രമാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് കിട്ടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ മുമ്പിൽ ഏതെല്ലാം ഒരു മിനി കരടിയായിട്ടല്ല ജീവിച്ചത്. നമ്മളിൽ പലരും അങ്ങനെയാണ്. കാരണം പകൽ മാന്യനാകുന്നതിൽ അർത്ഥമില്ല. സദസ്സുകളിൽ വരുമ്പോൾ, വേദികളിൽ വരുമ്പോൾ, പുറം ലോകത്തെത്തുമ്പോൾ അവിടെയൊക്കെ തുമ്മന്നഹാസം കാട്ടിയാണ് അവൻ വരിക. നാട്ടിൽ അഹമ്മദാക്കാനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നാട്ടിൽ അഹമ്മദാക്കാനെ കുറിച്ച് ചോദിച്ചാൽ നല്ല മനുഷ്യനാണ്, അയൽക്കാർക്ക് നല്ല മനുഷ്യനാണ്, നാട്ടുകാർക്ക് നല്ല മനുഷ്യനാണ്. പുറത്തിറങ്ങിയാൽ എന്താണ് അയാൾ ചിരിക്കാതെ ഷാമാക്കാന്റെ ശരിയായ സ്വഭാവം കെട്ടിയോളെന്ന് എന്താ സംഗതിയൊക്കെ ശരിയാ. പക്ഷെ വീട്ടിലെത്തിയ ഒരു കരടിയാണ്, ഒരു മിനി സിംഹമാണ്. ഇതാണ് പറഞ്ഞതിന്റെ ആശയം. ഇൻഷാ അല്ലാഹ് ബാധ്യതകൾ വിശദമായി ഞാൻ നാളെ ചർച്ച ചെയ്യും. ഇത് പറഞ്ഞതിന്റെ ആശയം ആ ഭാര്യമാരോടുകൂടെ സ്നേഹത്തോടുകൂടെ വർത്തിക്കുന്ന ഒരവസ്ഥ ഇതുണ്ടാവണം. അങ്ങനെ അങ്ങനെ പോക്കിരിയായി ചിരിക്കൂല്ല. അയാൾ ഭയങ്കര ഗൗരവത്തിലാണ്. ഈ ഗൗരവ സ്വഭാവം അതല്പം ഗൗരവം തന്നെ എപ്പോഴും സീരിയസ് ആയി നിൽക്കുന്ന അവസ്ഥ. ഇതിനർത്ഥവുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തങ്ങളുടെ കൂടെ തന്റെ പ്രിയപ്പെട്ട പത്നിമാർക്ക് മുഴുവൻ സ്വാതന്ത്ര്യവും കാണാൻ കഴിയും. എല്ലാ സ്വാതന്ത്ര്യവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു. ഒരു ചെലവിന്റെ കാര്യത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കേസുമത്യം പറയുന്നിടത്ത് വരെ അവർക്ക് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബും ബഹുമാനപ്പെട്ട ബീവി ആയിഷയും റളിയല്ലാഹു അൻഹാ തമ്മിലൊരു ചെറിയ സൗന്ദര്യ പിണക്കമുണ്ടായത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ തന്നെ പറയുന്നു. കാന ബൈനി വബൈന റസൂലില്ലാഹി കലാം. എന്റെയും നബി തങ്ങളുടെയും ഇടയിൽ ഒരു ചെറിയ സൗന്ദര്യ പിണക്കമുണ്ടായി. ഒന്നോ രണ്ടോ അങ്ങോ പറഞ്ഞ് ഞങ്ങൾ പിണങ്ങിപ്പോയി. ഇത് ഭാര്യ ഭർത്തൃബന്ധത്തിലായതുകൊണ്ട്, ദമ്പതികൾ തമ്മിലുള്ള വഴക്കായതുകൊണ്ട് എന്റെ കൂട്ടുകാർ തെറ്റുധരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ സഹോദരന്മാർക്ക് ചെറുപ്പക്കാരുണ്ടാവും റസൂലുള്ളാഹിയോട് പിണങ്ങിയേക്ക്. ഇത് സ്വാഭാവികത മാത്രമാണ്. ഇണകൾ തമ്മിൽ പിണങ്ങാന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഈ സദസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസമെങ്കിലും പ്രായമായവരാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ അവർക്ക് ആർക്കും സംശയം. 6 മാസം കഴിഞ്ഞ ആർക്കും ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ പെണ്ണിനോട് പിണങ്ങിയിട്ടില്ല ഇതുവരെ ഉണ്ടാവൂല. കാരണം ആ പിണക്കൊന്നും കൂടുതൽ നിലനിൽക്കുന്നതല്ല, പെട്ടെന്ന് നന്നാവുന്നതാണ്. എന്നാലും ഇടക്കിടക്ക് ഇതൊരു സ്വാഭാവികത മാത്രമാണ് ഈ ജീവിതത്തിന്. എന്നാലും ആ ഇണക്കം കഴിഞ്ഞ്, ആ പിണക്കം കഴിഞ്ഞ് പിന്നെ ഉണ്ടാകുന്ന ഇണക്കത്തിന് കുറച്ച് കടുപ്പം കൂടും. അതങ്ങനെയാണ് ആ ജീവിതത്തിന്റെ അവസ്ഥ. ഇടക്കൊരു തെറ്റുക, ഇടക്കൊന്ന് തെറ്റുക, ഒന്ന് നന്നാകുക, ഇടക്കൊന്ന് തെറ്റാഞ്ഞ ഒരു രസമല്ല. ആ തെറ്റ് അത്രയും നിലനിൽക്കുന്നു.
അപ്പൊ അതൊക്കെ ഇടക്കിടക്ക് ഉണ്ടാകുന്നതാണ്. ചെറിയ സംസാരത്തിൽ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായി പോകുന്നതാണ്. അതേ രൂപത്തിൽ ആയിഷ പറഞ്ഞു വന്നത് നബിതങ്ങൾ ശരിക്ക് നീതി വകവെച്ചു കൊടുക്കാൻ ആയിഷ ആരാ നബിതങ്ങൾ? മക്കത്തെ എല്ലാം അല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ എല്ലാം അല്ലേ ഹബീബ് മുഹമ്മദ്